Welcome to this session. So, thumbnail കണ്ട പോലെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RMO എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു എക്സാം 3 hours ഡ്യൂറേഷനുള്ള എക്സാം ആണ്. ആൻഡ് ഇതിൽ 6 questions ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റനും 17 മാർക്സ് വീതമാണ്. അതായത് ടോട്ടൽ 102 മാർക്സിനായിരിക്കും. പാർഷ്യൽ മാർക്കിംഗ് അവൈലബിൾ ആണ്. പക്ഷേ പാർഷ്യൽ മാർക്കിംഗ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, എല്ലാം പകുതി പകുതി എഴുതി വെക്കരുത്. മറിച്ച് നമ്മുടെ ഫോക്കസ് എപ്പോഴും കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതുക എന്നുള്ളത് തന്നെ ആയിരിക്കണം. ബിക്കോസ് പാർഷ്യൽ മാർക്കിംഗ് പ്രൊപ്പോർഷനേറ്റ് ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു പ്രോബ്ലത്തിൻ്റെ പകുതിയോളം നിങ്ങൾ സോൾവ് ചെയ്തു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടണമെന്നില്ല. അണ്ടർസ്റ്റുഡ്? കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിൽ കട്ട് ഓഫ് 1 out of 102 ആയിരുന്നു. ദാറ്റ് മീൻസ് ഈവൻ സോൾവിങ് എ സിംഗിൾ പ്രോബ്ലം, നമ്മൾ ഒരു സിംഗിൾ പ്രോബ്ലം സോൾവ് ചെയ്താൽ പോലും നമുക്ക് ഈ RMO ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ ഫോക്കസ് എപ്പോഴും ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളത് തന്നെ ആയിരിക്കണം. ഈ ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ടൈം ഡിവൈഡ് ചെയ്ത് ടൈമിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 6 questions ആണുള്ളത്, 3 hours ഉണ്ട് അല്ലേ. അതായത് ഓരോ ക്വസ്റ്റനും 30 minutes വെച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം? നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതുക എന്നുള്ളത് തന്നെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് കുറച്ച് സമയം എന്തിനു യൂസ് ചെയ്യണം? ഏതൊക്കെ ക്വസ്റ്റനാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യത്തിലായിരിക്കണം ഫസ്റ്റ് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ സോൾവ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ സെലക്ട് ചെയ്തതിൽ തന്നെ നിങ്ങൾ ഏതാണ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. എന്നിട്ട് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക, കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതാൻ തന്നെ നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഫുള്ളായിട്ട് ചെയ്യാമെന്നായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി. ഇനി ഈ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതുക എന്നുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതിൻ്റെ റീസൺ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. കാരണം ഈവൻ ഒരു സിംഗിൾ പ്രോബ്ലം സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് RMO ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ സോൾവ് ഫ്യൂവർ പ്രോബ്ലംസ് ബട്ട് സോൾവ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, നെക്സ്റ്റ്, നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് തന്നെ ഡയറക്റ്റ് ആൻസേഴ്സ് എഴുതാൻ പറ്റില്ല അല്ലേ. നമുക്ക് എന്തായാലും എന്താണ് റഫ് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഒരു RMOയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫാണ്. സോ നമ്മൾ എന്തായാലും അത് റഫ് വർക്ക് ചെയ്ത് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തി അതിന് ശേഷം മാത്രമാണ് നമുക്കത് ഫെയർ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. സോ എപ്പോഴും നിങ്ങൾ എക്സ്ട്രാ ഷീറ്റ്, റഫ് വർക്കിന് വേണ്ടി എക്സ്ട്രാ ഷീറ്റ് വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ റഫ് വർക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യുക. റഫ് വർക്ക് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് ഓർഗനൈസ്, നിങ്ങളുടെ ഫൈനൽ ആൻസർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ഫെയർ ആയിട്ട് എടുത്ത് എഴുതുക. അപ്പോൾ റഫ് വർക്ക് എഴുതുമ്പോൾ എപ്പോഴും ആ ഒരു ഷീറ്റിന് റഫ് വർക്ക് തന്നെ ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, റഫ് വർക്കിന് ടൈറ്റിൽ കൊടുത്ത് റഫ് വർക്ക് എഴുതുക. എന്നിട്ട് നിങ്ങളത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രൈക്ക് ഓഫ്. ഓക്കെ, ദെൻ നിങ്ങൾ ഫെയർ ആയിട്ട് അത് ആൻസർ എഴുതുക. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ന്യൂ ക്വസ്റ്റ്യൻ, നമുക്ക് ആകെ 6 ക്വസ്റ്റ്യനേ ഉള്ളൂ അല്ലേ. ഓരോ ന്യൂ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഫ്രഷ് പേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ഓർക്കുക. അതുപോലെ നിങ്ങൾ ആൻസർ, ഇപ്പോൾ റഫ് വർക്കിൽ നിന്ന് നിങ്ങൾ ആൻസർ എടുത്ത് ഇങ്ങോട്ട് എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായി ഓർഗനൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്റ്റെപ്പുകൾ മാത്രം എടുത്ത് എഴുതുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പറിങ്. അതായത് നമുക്ക് ഒരു ഇക്വേഷൻ വീണ്ടും റെഫർ ചെയ്ത് വരുന്ന ഇക്വേഷൻസുകൾ കൃത്യമായിട്ട് നമ്പർ ചെയ്യുക. ഓക്കെ, യെസ്. സോ നമ്മുടെ പ്രസൻറ്റേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിനേഴ്സിന് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻസും നമ്മൾ ഉണ്ടാക്കരുത്. സോ നമ്മൾ നല്ല സ്പേസ് വിട്ട് തന്നെ എഴുതുക. ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അത്യാവശ്യം സ്പേസ് ഒക്കെ വിട്ട് വൃത്തിയായിട്ട് എഴുതുക. അതുപോലെ നിങ്ങളുടെ ഫൈനൽ ആൻസർ ഒന്ന് ബോക്സിലിടുക അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഈ RMOയിലത്തെ ക്വസ്റ്റ്യൻസ് ടഫാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സോ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെയായിരിക്കണം പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്? കുറേ പ്രൂഫൊക്കെ നമുക്ക് വരാറുണ്ടാറുണ്ട് അല്ലേ. സോ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രോബ്ലം ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് വഴിയിൽ കൂടെ എങ്കിലും നമുക്ക് പോയി ആൻസറിലേക്ക് എത്താം. സോ നമുക്കിപ്പോൾ ഒരു പ്രൂഫാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആൻസറും നമുക്കറിയാം അല്ലേ. സോ ചില പ്രോബ്ലംസ് നമ്മൾ ഇങ്ങനെ സോൾവ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ സോൾവ് ചെയ്ത് ഇങ്ങോട്ട് എത്തുക എന്നായിരിക്കില്ല ചിലതിൽ നമ്മുടെ സ്ട്രാറ്റജി. ഇപ്പോൾ റഫ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മുടെ പ്രോബ്ലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പകുതി വരെ എത്തും. പിന്നെ എന്ത് ചെയ്യും, പിന്നെ നമ്മളിതേ നമ്മുടെ
പ്രൂഫ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. സോ ആ ഒരു പ്രൂഫിൽ നിന്ന് തിരിച്ച് ബാക്ക്വേർഡ് നമ്മൾ വർക്ക് ചെയ്ത് ഇതിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ അതൊക്കെ നമ്മൾ റഫ് വർക്കിലാണ് ചെയ്യുക. എന്നിട്ട് റഫ് വർക്കിൽ നിന്ന് നമ്മൾ ഫെയർ ആയിട്ട് എടുത്ത് എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതാം. സോ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ആ ഒരു ഡയറക്ഷൻ, കാരണം ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് ഒരു മാത്സിൽ ഒരു പ്രോബ്ലംസ് നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. സോ നമ്മൾ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസറിൽ നിന്ന് തിരിച്ചിതിലേക്ക് കണക്ട് ചെയ്യാൻ നോക്കുക. സോ ഒരുപാട് പ്രൂഫ് ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്തൊക്കെ ഇനി നമ്മൾ ഈ ഒരു പറഞ്ഞതിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എക്സാം ഇപ്പോൾ നമ്മൾ ഫൈനൽ ആൻസറൊക്കെ എഴുതും അല്ലേ, ഫൈനൽ ആൻസറൊക്കെ എഴുതുന്ന സമയത്ത് എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യുക. അതുപോലെ ഒരു സ്റ്റെപ്പുകളൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. എക്സ്ട്രാ ഷീറ്റ്, റഫ് വർക്കിന് എക്സ്ട്രാ ഷീറ്റ് നിർബന്ധമായിട്ട് വാങ്ങിക്കുക. അതുപോലെ റഫ് വർക്കിന് ടൈറ്റിൽ കൊടുത്ത് തന്നെ ആ ഒരു റഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ ആൻസറൊക്കെ എഴുതി കഴിഞ്ഞാൽ ഈ റഫ് വർക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ എക്സാമിനറിന് അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണോ അതിൽ ഇൻസ്ട്രക്ഷൻസ് അതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ പേജും കൃത്യമായിട്ട് നമ്പർ ചെയ്യാം. സോ നമ്മളിവിടെ പറഞ്ഞ മൊത്തമായിട്ട് നമ്മൾ എന്തൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്തു, നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട കാര്യം കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതുക എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതുപോലെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന നമ്മുടെ പേപ്പർ വളരെ വൃത്തിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാം. സോ റഫ് വർക്കും മെയിൻ വർക്കും ഒക്കെ സെപ്പറേറ്റ് ലേബിൾ ചെയ്തുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്ത് ചെയ്യാം. അതുപോലെ നമ്മുടെ സ്റ്റെപ്പുകൾക്ക് മാർക്കുണ്ട്. സോ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് തന്നെ എഴുതുക. അതുപോലെ റെഫർ ചെയ്യേണ്ട ഇക്വേഷൻസിന് കൃത്യമായി നമ്പർ ചെയ്യുക. ഇത്രയും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സാമിൻ്റെ സമയത്തുള്ള ആ ഒരു മനസാന്നിധ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ തീരെ ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം വേണ്ട സമയത്ത് കുറച്ച് ബ്രേക്ക് എടുക്കുക, ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ റിലാക്സ് ചെയ്യാം. ഓക്കെ, ഒന്ന് ബ്രീത്തിങ് ഒക്കെ ചെയ്ത് ഒന്ന് റിലാക്സ് ആയിട്ട് നന്നായിട്ട് എക്സാം എഴുതുക. സോ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. സീ യു.